Hi friends, our next video, programming structure. Every language has its own character set, keywords, identifier rules, variable rules. These are all in all programs, all languages. We in the early class discuss with the programming rules. Here we more about the basic structure of program. Every language has its own structure. Here, C or C++ program, first documentation section, second for header files, selection link section ആണത്. Header files, next class and functions അഥവാ global declaration section. നമുക്ക് ഫങ്ഷൻസും ക്ലാസ്സുകളും ഡിക്ലെയർ ചെയ്യാനുള്ള ഭാഗമാണ്. നെക്സ്റ്റ് മെയിൻ ഫങ്ഷൻ. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ സെഷൻ. മെയിൻ ഫങ്ഷനകത്ത് കർലി ബ്രാക്കറ്റിലായിരിക്കണം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ തുടങ്ങേണ്ടത്. അപ്പം അതാണ് ഓപ്പൺ സെഷൻ, ഓപ്പൺ കർലി ബ്രാക്കറ്റ്. ഡിക്ലറേഷൻ പാർട്ട്. മെയിൻ ഫങ്ഷനകത്ത് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കാം. ഇൻപുട്ട് സെക്ഷൻസ്. ഇൻപുട്ട് ഫങ്ഷൻ സ്കാനപ്പും സിഇന്നും C++ലാണ് സിഇന്, സിയിലാണ് സ്കാനപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. യൂസർ നെയിം ഡിഫൈൻഡ് നെയിമാണ് ഡിക്ലറേഷൻ. ഒരിക്കലും കീവേഡ്സ് നോട്ട് യൂസ്ഡ് ആസ് ഡിക്ലറേഷൻ പാർട്ട്, അതായത് ഐഡൻറ്റിഫയർ. നെക്സ്റ്റ് വൺ കാൽക്കുലേഷൻ ആൻഡ് കമ്പാരിസൺ പാർട്ട്, ഔട്ട്പുട്ട് സെക്ഷൻ, ദെൻ ക്ലോസ് സെക്ഷൻ. ലാസ്റ്റ് നമുക്ക് വേണ്ടതാണ് കർലി ബ്രാക്കറ്റ് ക്ലോസ്, ദാറ്റ് ഈസ് ദി ക്ലോസ് സെക്ഷൻ. ഹിയർ once again documentation section, header files link section, class function, class and function or global declaration function, main function, statement open curly bracket, declaration part, input section, calculation and comparison section, output section, close. അതായത് എക്സിക്യൂട്ടബിൾ പാർട്ടാണ് നമ്മൾ പറഞ്ഞ ഇൻപുട്ട് സെക്ഷൻ മുതൽ ഔട്ട്പുട്ട് സെക്ഷൻ വരെയുള്ളത് എക്സിക്യൂട്ടബിൾ പാർട്ടാണ്. ഹിയർ ലുക്ക് ഡോക്യുമെൻറ്റേഷൻ സെഷൻ. ഫസ്റ്റ് വൺ, നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻഫർമേഷനാണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വൺ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കമൻട്രി ആയിട്ട് കൊടുക്കണമെങ്കിൽ // ഇട്ട് സിംഗിൾ ലൈൻ കമൻറ്റ് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. അത് ഫസ്റ്റ് പാർട്ട് നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ /*സൈൻ കൊടുത്തതിന് ശേഷം ഹിയർ ലുക്ക് മൈ ഫസ്റ്റ് പ്രോഗ്രാം, ഫയൽ നെയിം പ്രോഗ്രാം 1, സം ഓഫ് 2 വാല്യൂസ്, 2 വാല്യൂസിൻ്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള എൻ്റെ ഫസ്റ്റ് ടെസ്റ്റിംഗ് പ്രോഗ്രാം. സോ ഐ കമൻറ്റ് ഹിയർ /*സൈനിൽ കൊടുത്ത് /*സൈൻ സ്ലാഷിൽ എൻഡ് ചെയ്യും. ഇതാണ് നമ്മളൊരു പ്രോഗ്രാമിന് ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കമൻട്രി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐഡൻറ്റിഫിക്കേഷൻ ആവാം. നെക്സ്റ്റ് നമുക്ക് ഹെഡർ ഫയൽസ് ആണ്. ഹെഡർ ഫയൽ സെക്ഷൻ അഥവാ ലിങ്ക് സെഷൻ. Header files lead to the compiler being told to link the header files to the system libraries. ഹാഷ് പ്രീ പ്രോസസ്സർ ഉണ്ട്. ഹാഷ് ഇൻക്ലൂഡ് ദ പ്രീ പ്രോസസ്സറിനകത്താണ് നമ്മൾ ഹെഡർ ഫയലുകൾ ഉപയോഗിക്കുന്നത്. അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സൈനകത്താണ് നമ്മൾ ഫയൽ നെയിം ഐഡൻറ്റിഫൈ. ലുക്ക് ഡിഫൈൻ സെവറൽ ഹെഡർ ഫയൽസ്. നമുക്കിവിടെ നമ്പറോടെ ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്യാം. 6-7 ഹെഡർ ഫയൽസ് സിക്കകത്തുണ്ട്. ദിസ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം കോഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ ഓൾ ദി ഹെഡർ ഫയൽസ്. Header files contains predefined functions. The basic header file standard input out.h stands for input output functions like printf, scanf, printf output function, scanf input function, get chr character function ആണ്, put chr, gets, puts ഈ ഫങ്ഷൻസുകൾക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് ഫങ്ഷനാണ്. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആർ ഡിക്ലെയർ ഇൻ ഡിഫറെൻറ്റ് ഹെഡർ ഫയൽസ്. മാച്ച് ഫങ്ഷൻസ്, അങ്ങനെ നമ്പർ ഓഫ് സ്ട്രിങ് ഫങ്ഷൻസ്,
അപ്പോൾ പിന്നെ കുറേയധികം ഹെഡർ ഫയൽസുകളുണ്ട്. ഓരോ ഫംഗ്ഷനുകൾ വരുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഇവിടെ നമ്മൾ മെയിൻ ഹെഡർ ഫയൽസ് ആണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് എച്ച് ആണ് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ C++ൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ആണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം C++ൻ്റെ ഹെഡർ ഫയൽ, ഹാഷ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് എച്ച്, stdio ഡോട്ട് എച്ച് സിയുടെ ഹെഡർ ഫയൽസ്. Once again, our basic structure of program: first documentation section, next one header file section, next class and function global declaration, next main functions. Every program needs to have the main functions. Each main functions contains two parts: declaration part and execution part. The declaration part is the part where all the variables are declared. The execution part begins with the curly brackets and end with the curly brackets. Both are declared in the declaration session, and execution part are included in curly brackets. Curly bracketsനകത്ത് നമുക്ക് രണ്ട് പാർട്ടും ഉൾപ്പെടുത്താം. C++നകത്താണ് ക്ലാസ് ആൻഡ് ഓബ്ജക്റ്റ് ഫങ്ഷൻസ് ഉണ്ട്. ക്ലാസ് ആൻഡ് ഫങ്ഷൻസ്, ഗ്ലോബൽ ഡെക്ലറേഷൻ സെക്ഷൻസ്, ഗ്ലോബൽ വേരിയബിൾസ്, യൂസർ ഫ്രീ ഡിഫൈൻഡ് വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന പാർട്ടാണത്. മെയിൻ ഫങ്ഷൻ, മെയിൻ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ സെക്ഷൻ, ഡിക്ലറേഷൻ പാർട്ട്, ഇൻപുട്ട് സെക്ഷൻ, കാൽക്കുലേഷൻ ആൻഡ് കമ്പാരിസൺ, ദാറ്റ് ഈസ് ദ എക്സിക്യൂഷൻ പാർട്ട് ഓഫ് next one output section, then close section. These are the structure of a program. Okay, thank you. Time short ആണ്. നെക്സ്റ്റ് നമുക്ക് ഓരോ ഹെഡ് ഓഫ് ഫയൽസുണ്ട്, അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്, ഡിക്ലറേഷൻസ്, വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാക്കാം. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടർ സെറ്റ്, കീവേഡ്സ്, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം റൂൾസ്, അത് കഴിഞ്ഞ് സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാംസ് ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഐഡൻറ്റിഫയർ, വാട്ട് ഈസ് ദി ഐഡൻറ്റിഫയർ, വാട്ട്സ് ദ യൂസ് ഓഫ് അത് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കോൺസ്റ്റൻറ്റ്, വേരിയബിൾസ്, കീവേഡ്സ്, ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.